ഹായ് ഫ്രണ്ട്സ്, ബേബീസാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കാന്താരി മുളക് കൊണ്ട് നമുക്കൊരു അച്ചാറിട്ടാലോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കാന്താരി മുളക് അച്ചാറിടാൻ ആവശ്യം എന്തൊക്കെയാന്ന് നോക്കാം. നമുക്ക് കുറച്ച് കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കാന്താരി കിട്ടാനില്ല. ഇപ്പൊ വീട്ടിൽ നിന്ന് അമ്മ കുറച്ച് പറിച്ചു കൊടുത്തു വിട്ടതാണ്. നമ്മൾ ഇതിന്റെ ഞെട്ട് കളയാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞെട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പോവും. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് അധികം വേണം. പിന്നെ കറിവേപ്പില, കായപ്പൊടി, വിനാഗിരി, കടുക്, ഉലുവ, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ശകല മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാന്താരി മുളകിന്റെ ആ എരിവ് കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ആ കട്ടെന്ന് പറയും. അപ്പൊ ആ എരിവിന്റെ കാഠിന്യത്തെയാണ് കട്ടെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. ഒന്നോ രണ്ടോ വട്ടം തിളപ്പിച്ചെടുത്താൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പൊ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കാന്താരി ഇട്ട് കൊടുക്കാം. അപ്പൊ കാന്താരി തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് പാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. കാന്താരി നമുക്ക് ആരോഗ്യത്തിന് ഒത്തിരി നല്ല സാധനമാണ്. കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാനായിട്ട് ഏറെ സഹായിക്കും. എരിവ് കൂടുതലായതുകൊണ്ട് നമ്മൾ അധികം കഴിക്കാറില്ല. ദിവസം ഒരെണ്ണം വെച്ചാൽ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. നടുഭാഗം പൊങ്ങിയതായതുകൊണ്ട് എണ്ണ സൈഡിലേക്ക് പോയേക്കാണ്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കാന്താരി തിളച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വേവൊന്നും വേണ്ട, ആ കട്ടൊന്ന് മാറി കിട്ടിയാൽ മതി. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കാന്താരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കാന്താരി ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. വെള്ളം കളഞ്ഞ് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ചെറിയ സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കാന്താരി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം.
നമുക്ക് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കാന്താരി മുളക് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അദ്വിക ഇവിടെ ഇരിപ്പുണ്ട്. അദ്വിക കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിച്ചാലോ? അവൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പൊ കാന്താരി മുളക് അച്ചാർ കൊടുക്കാം. അദ്വി ഹായ് പറഞ്ഞേ. ഇങ്ങനെ ഹായ് പറ. ഹായ്. എനിക്ക് നാണം വന്നു. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളിതൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കാന്താരി മുളക് അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാം. എന്നാലും കിട്ടിയപ്പോൾ ഞങ്ങൾ ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എരിവൊന്നും കാണത്തില്ല. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.